പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മീർസ അഫ്സൽ യൂനുസ് സക്കറിയ, വൈഫ് സുലു. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലായിട്ട് ഈ വീഡിയോയുമായിട്ട് വന്നത്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. തുടർന്നും സപ്പോർട്ട് ചെയ്യണം. ഒരു 3 ആഴ്ച മുമ്പ് സജീദ് പുത്തലത്തുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂ എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം വയനാട്ടിൽ എറണാകുളത്ത് സെറ്റിലാണ്, വയനാട്ടുകാരനാണ്. എറണാകുളത്ത് നിന്നും വയനാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ മാനന്തവാടി വരുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് ഒന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. അതിനെന്താ യൂനുസ് ഭായി, ഞാൻ എവിടെ വരേണ്ടത് എന്ന് ചോദിച്ച് അദ്ദേഹം അമ്പലയിലേക്ക് എത്തി. ഞാൻ അവിടെ പോയി. അങ്ങനെ നടന്നൊരു ഇൻ്റർവ്യൂ ആണത്. ഒട്ടും പ്രതീക്ഷിക്കാതെ. ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സംഭാഷണം ഞങ്ങൾ തമ്മിൽ, ഒരു സൗഹൃദം. അതിന് മുന്നോടിയായിട്ട് സജീദിനെ അറിയാത്തവർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഒരു 19 വർഷം മുമ്പുണ്ടായിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്നൊരു സീരിയൽ, കേരളത്തെ മലയാളികളെ ഒന്നടക്കം പിടിച്ചിരുത്തിയ ഒരു സീരിയലായിരുന്നു അത്. ഏകദേശം 1000 എപ്പിസോഡുകൾ അത് വന്നിട്ടുണ്ട്. അതിൽ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് മലയാളികളുടെ മനം കവർന്ന, സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു നടനാണ് സജീദ് പുത്തലത്ത്. അദ്ദേഹം ഇപ്പോൾ 2 സിനിമ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എറണാകുളത്ത് സെറ്റിലാണ്, വയനാട്ടുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാനും വയനാട്ടിലെ ഏറ്റവും വലിയ കോളേജായ സെൻറ്റ് മേരീസ് കോളേജിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഇലക്ഷനിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അത്ര അടുത്ത ബന്ധങ്ങളോ നേരിട്ട് സംസാരിക്കുക കാണുകയൊന്നും ചെയ്തിട്ടില്ല. ആ ഇൻ്റർവ്യൂവിൻ്റെ അന്നാണ് നേരിട്ട് ഞങ്ങൾ കാണുന്നു, സംസാരിക്കുന്നു. കണ്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഓരോ കമൻറ്റ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നമ്പർ വാങ്ങി. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ആ സീരിയൽ കുറേ കണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, 1000 എപ്പിസോഡോളത്തോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് നമ്പർ തന്നിരുന്നു, വാട്സപ്പ് നമ്പർ. അങ്ങനെ വാട്സപ്പിൽ കൂടി ഞാൻ ചെയ്യുന്ന വീഡിയോസായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു നോക്കുന്നൊക്കെ പറയും. അങ്ങനെയാണ് മാനന്തവാടി വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ മാനന്തവാടി വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ വരുമോ ചോദിച്ചു. ഓ, ഞാൻ വരുമല്ലോ, എവിടെ വരണം എന്ന് ചോദിച്ചു. ജസ്റ്റ് ഒന്ന് കാണണം. ഓ, കാണാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ. അങ്ങനെ അമ്പലവയലിലേക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവില്ലേ, ഞങ്ങൾ പോയ സ്ഥലത്ത്. ഒരു മുട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അവിടെ പോയിട്ട് അദ്ദേഹം അവിടെ വന്നപ്പോൾ തന്നെ 5:30 മണിയായി. അങ്ങനെ ഒരു 500 മീറ്ററോളം നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ. ഞങ്ങൾ കുറച്ച് സംസാരിക്കാമെന്നില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ 5:30-5:45 മണിയായി, ഇരുട്ടായി. അപ്പോൾ എന്തായാലും ഒരു മിനിറ്റ് എന്തെങ്കിലും റീൽസ് അദ്ദേഹത്തെ വെച്ചിട്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, പ്ലാനിങ്ങിലല്ല. അങ്ങനെ അവിടെ എത്തിയ സമയത്ത്, സ്പോട്ടിലെത്തിയ സമയത്ത് എൻ്റെ മൊബൈൽ അദ്ദേഹത്തിൻ്റെ കാറിലാണ്. അങ്ങനെ ഞാൻ ആ കാറിൻ്റെ കീയും വാങ്ങിയിട്ട് ഈ 500 മീറ്ററോളം ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയിട്ടാണ് പോയത്. കാരണം ലൈറ്റ് പോകുന്നുണ്ട്, ചെറിയൊരു ഇൻ്റർവ്യൂ എടുക്കണമല്ലോ. അങ്ങനെ തിരിച്ചു ഞാൻ ഓടിയിട്ടാണ് വന്നത്. ഇവിടെ നിന്നൊരു, ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ സ്കൂട്ടി ഓടിച്ചാൽ ഞങ്ങളൊക്കെ പോയത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അങ്ങനത്തെ ഒരു ഇതിലല്ല പോയത്. എന്തായാലും അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ അറിയിച്ചു, കാര്യങ്ങളൊക്കെ എന്നായിട്ട് പങ്കുവച്ചു. അപ്പോൾ അതിൽ പിന്നെ കൊയിലാണ്ടിയുള്ള ഒരു സാഹിത്യകാരി, എഴുത്തുകാരി, കവിയത്രി ഷൈമ, എൻ്റെ സ്നേഹത്തിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, മൊബൈലിൽ ഞങ്ങളെടുത്ത് 2-2.5 മണിക്കൂർ കൊണ്ട് ആശയം എൻ്റേത് സ്പോട്ടിൽ അല്ലേ നമ്മളെടുത്തത്. അതിപ്പോൾ മൊത്തം ഒരു 70,000 പേര് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ മാത്രം 40,000, പിന്നെ ഒരു 5,500 അത്ര പേര് കണ്ടിട്ടുണ്ട്. ഇന്നും അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു സംഭവം. അതിനെക്കുറിച്ചിട്ട് സജീദിനോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സജീദിനോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളെ ഇൻ്റർവ്യൂ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒട്ടും ഇതില്ലാതെ, ഒരു അവതാരകനായിട്ട് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ടോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊന്ന് വേണം എന്ന് പറഞ്ഞിട്ട് സജീദ് എന്നോട് അഡ്രസ്സ് ചോദിച്ചു. ഞാൻ കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഷൈമ PV ഒരു പുസ്തകം ഇന്നലെ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അവരുടെ സന്തോഷം. അപ്പോൾ ഞാനിത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് ഇതൊക്കെ ഒരു വലിയൊരു സംഭവം. കാരണം എന്താ വെച്ചാൽ, ഒരു എഴുത്തുകാരൻ, അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ലൈഫ്, അവരുടെ സമ്പാദ്യം, അവരുടെ പിന്നെ ആയുധം, അവരുടെ സ്നേഹം, അതൊക്കെ അവരുടെ എഴുത്താണ്. ഞങ്ങളുടെ ഈ വീട്ടുകൂടലിന് ഒരു 4 വർഷം മുമ്പ്
വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലൊരു എഴുത്തുകാരനായ നോവലിസ്റ്റായ ഹാരിസ് നെന്മേനി വന്നിരുന്നു. അദ്ദേഹം വന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ എഴുതിയ ഒരു പുസ്തകം അതിലുണ്ടായിരുന്നു. അത് ആ പുസ്തകം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ പുസ്തകമാണ് ആൾവാർ ചന്ദന എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഷൈമ പി വി എൻ്റെ അഡ്രസ്സിൽ പിന്നെ അയച്ചത് അവർ കൊയിലാണ്ടി എന്നാട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം അല്ലേ. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണിത്, പണത്തിലുപരി. കാരണം ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലേ, എന്നിട്ട് നമുക്കൊരു സംഭവം ഒരു ബന്ധമില്ലാത്ത, അതും വലിയൊരു സാഹിത്യകാരി എഴുത്തുകാരി അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളവർ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു നേട്ടം തന്നെ, വലിയൊരു അംഗീകാരം തന്നെയാണ്. എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പരിമിതമായ സംഭവങ്ങളെ ഞങ്ങൾക്കുള്ളൂ. ഒരു മൊബൈൽ ഫോണും ഒരു ട്രൈപോഡും മൈക്ക്, ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഷോർട്ട് ഫിലിമുകളും മറ്റുള്ള കോമഡി കണ്ടൻറ്റുകളും ഒക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു ടീം വർക്കിൽ കൂടി എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളൊക്കെ. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പോൾ അതങ്ങനെ കയറി വരുന്നുണ്ട്. ബാക്കി നിങ്ങളുടെയൊക്കെ അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും ഷൈമ പി വി, ഒരുപാട് സന്തോഷം, സ്നേഹം. നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. ഷൈമയുടെ നമ്പറുണ്ട്. ഓക്കെ. മൊബൈൽ നമ്പർ 90 48 27 10 56. ഓക്കെ, നമുക്ക് വിളിക്കണം. എന്തായാലും ഈ ബോക്സ് അവരുടെ സന്തോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് പൊട്ടിക്കാതെ വന്നത്. ഇത് സുൽത്താൻ ബത്തേരി പോസ്റ്റ് ഓഫീസിൽ ഇന്നലെ വന്നതാണ്. ഉള്ളൊരുക്കങ്ങൾ, ഷൈമ പി വി. എനിക്ക് ഗ്ലാസ് വെച്ചാലേ അതിൻ്റെ ചെറിയ ലെറ്റർ വായിക്കാൻ പറ്റുള്ളൂ. ഇത് ഉള്ളൊരുക്കങ്ങൾ, ഷൈമ പി വി, കൊയിലാണ്ടി. അവരുടെ ഫോട്ടോ ഇതിലുണ്ട്. ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത് നിശബ്ദ നിലവിളികളെ മറികടക്കാനുള്ള ധീരത പ്രകടിപ്പിക്കുന്ന കവിതകൾ. ആ ഒരു വരിയിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നിശബ്ദ നിലവിളികളെ മറികടക്കാനുള്ള. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ആഴങ്ങളിലേക്കാണ് വരികൾ പോകുന്നത്. നിശബ്ദ നിലവിളികളെ മറികടക്കാനുള്ള ധീരത പ്രകടിപ്പിക്കുന്ന കവിതകൾ. അപ്പോൾ അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്, ആ കൊടുത്ത വരികളിലെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പിന്നെ ഷൈമ പി വിയുടെ ഈ പുസ്തകത്തിന് പിന്നെ 130 വിലയാണ് ഇതിൽ കാണിക്കുന്നത്. കവിത തുമ്പപ്പൂ എന്ന കവിത ആണ് ഇതിൽ. ഇതിൽ പ്രിയമുള്ളവരെ, ഷൈമ പി വിയുടെ ഒപ്പോട് കൂടിയിട്ട് ഇതിൽ അവരൊരു 4 വരി കുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വയനാട്ടിലെ അറിയപ്പെടുന്ന അവതാരകനും യൂട്യൂബ് ബ്ലോഗറിനും നടനുമായ യൂനുസ് ബായിക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുലുവിനും എൻ്റെ ഉള്ളൊരുക്കങ്ങൾ. ഇതിൽ കൂടുതൽ എന്താണ് സുലു നമുക്കിനി വേണ്ടത്? ഉള്ളൊരുക്കങ്ങൾ എന്ന കവിതാ സമാഹാരം സ്നേഹപൂർവം സമർപ്പിക്കുന്നു, ഷൈമയുടെ ഒപ്പ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്ത് എന്താ നിങ്ങളോട് പറയാനുള്ളത്? എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. ഒരുപാട് സന്തോഷം ഷൈമ പി വി. നിങ്ങൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് പുസ്തകങ്ങളും കവിതകളും നിങ്ങളത് ഇനിയും ഇറങ്ങട്ടെ. ഒരുപാട് പേര് വാങ്ങി വായിക്കട്ടെ. ഒരുപാട് സന്തോഷം. കൂടെ എൻ്റെ സുഹൃത്ത്, വയനാട്ടിന് പുറത്തില്ല ഇതുപോലെ വലിയ ആളുകളിലേക്ക് ഞാൻ എത്തിച്ചേരാൻ കാരണം അദ്ദേഹത്തുമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു. ഇത്തിക്കരപ്പക്കി എന്ന ആ കഥാപാത്രത്തെ അവിസ്മരണമാക്കിയ. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സജീദിനോട് കേട്ടോ. സജീദ് ഭായ്, ഇന്ന് ആ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 10-20 വർഷം മുന്നോട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ആയിരുന്നെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം വ്യാപിച്ച ഈ ഒരു സമയത്തായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, അതിലെ കഥാപാത്രമായ ഇത്തിക്കരം പക്കി, പിന്നെ കായംകുളം കൊച്ചുണ്ണി, പിന്നെ ഒരുപാട് ആളുകൾ അതിലുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ഒരുപാട് 3-4
പേര് 4-5 പേരാണ് അതിലെ 4 പേരാണ് അതിലെ മെയിൻ സ്റ്റാറുകൾ. ഇവരുടെ പേരിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഉണ്ടാകുമായിരുന്നു, ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. തിക്കർപ്പക്കി, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ 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 ഓരോ അതിലല്ല എല്ലാവർക്കും ഉണ്ടാകുമായിരുന്നു. ആ ഒരു കാലഘട്ടത്താണ് ഈ സോഷ്യൽ മീഡിയൻ്റെ ഒന്നും ഇത്ര ഇല്ലാത്തൊരു കാലഘട്ടത്താണ് അത് വന്നത്. ഇന്നും ഒരുപാട് എൻ്റെ വീട്ടുകാരിലെ നമ്മുടെയൊക്കെ വീട്ടുകാർ ഇന്നും അറിയുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ നിന്നും നിങ്ങളുമായിട്ടൊരു ഇത്തിരി നേരം സമയം ചിലവഴിക്കണം ഞാൻ ആഗ്രഹിച്ചത്. ഒരുപാട് സന്തോഷം.